ഇന്റർ സോക്കർ ഫെസ്റ്റിന്റെ കളിക്കളത്തിൽ വീറോടെ പൊരുതി കിരീടം ചൂടിയ ടീമുകൾ ആഹ്ലാദ പ്രകടനം ഒരേ ബസിൽ ഒരുമിച്ച് നടത്തിയത് ആവേശക്കാഴ്ചയായി. മുക്കം ഉപജില്ലയിലെ കുമാരനല്ലൂർ ആസാദ് മെമ്മോറിയൽ യു.പി. സ്കൂൾ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശക്കൊട്ടിലാണ് മുക്കം നഗരസഭയിലെ ചേന്നമംഗളൂർ ഗവൺമെന്റ് യു.പി. സ്കൂളും കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് ഗവൺമെന്റ് എൽ.പി. സ്കൂളും മുഖാമുഖം പോരടിച്ചത്. കളിമികവിൽ മുൻവർഷത്തെ ജേതാക്കളായ ചേന്നമംഗളൂർ GM യു.പി. സ്കൂൾ വീണ്ടും കിരീടം ചൂടിയപ്പോൾ കക്കാട് സ്കൂളിന് റണ്ണേഴ്സ് അപ്പിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. ഇതിനിടെ ഇന്റർ സോക്കർ ഫെസ്റ്റിലെ പോരാട്ട വീര്യം കളത്തിനു പുറത്തെ സൗഹൃദത്തിലും നിറഞ്ഞു നിന്നത് കണ്ടുനിന്നവരുടെയെല്ലാം മനസ്സിന് കുളിർമ പകർന്നു. എടത്തലയിൽ ചേക്കുട്ടിയുടെ പേരിലുള്ള റണ്ണേഴ്സ് ആൻഡ് വിന്നേഴ്സ് ട്രോഫിയും വിവിധ മെഡലുകളും സംഘാടകർ വിതരണം ചെയ്ത ശേഷം മത്സരത്തിൽ പൊരുതി വീണ കക്കാട് സ്കൂൾ ടീമിനുള്ള മധുര പലഹാര പൊതിയുമായി എത്തുകയായിരുന്നു ചേന്നമംഗളൂർ സ്കൂളിലെ മജീദ് മാഷിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപക സംഘം. സന്തോഷപൂർവ്വം കുട്ടികളും മറ്റും അത് വാങ്ങിക്കഴിച്ചു. പിന്നാലെ ചേന്നമംഗളൂരിലെ ടീം അംഗങ്ങളെ സ്വന്തം ബസ്സിലേക്ക് ക്ഷണിച്ച് നമുക്ക് ആവേശപൂർവ്വം ഒരുമിച്ച് 2 കിരീടവുമായി പോകാമെന്ന നിർദ്ദേശം കക്കാട് സ്കൂൾ ടീം മുന്നോട്ട് വച്ചു. ചേന്നമംഗളൂർ യു.പി. സ്കൂളിലെ പ്രധാനാധ്യാപകൻ വാസുമാഷും സംഘവും അതിനെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്തപ്പോൾ കക്കാട് ടീം അംഗങ്ങൾക്കും കൂടുതൽ ആവേശമായി. തുടർന്ന് ഇരു ടീം അംഗങ്ങളുമായി ഇരു സ്കൂളിലെയും ടീം മാനേജേഴ്സ് നാളെയുടെ പ്രതീക്ഷയായ കുട്ടിത്താരങ്ങളുമായി ഒരുമിച്ച് ആഹ്ലാദ പ്രകടനവുമായി ബസ്സിൽ യാത്ര പുറപ്പെട്ടു. പരസ്പരം പരിചയപ്പെട്ടും സന്തോഷം പങ്കിട്ടുമുള്ള യാത്ര ടീം അംഗങ്ങൾക്ക് പുത്തൻ ഉണർവും ആനന്ദവും പകർന്നു. വിജയികൾക്കുള്ള ട്രോഫികൾ സുജിത് മാസ്റ്റർ വിതരണം ചെയ്തു. സ്പോർട്സ് കൺവീനർ മുഹമ്മദ് ഷഫീഖ് മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് കൺവീനർ മൻസൂർ നന്ദിയും പറഞ്ഞു. ചേന്നമംഗളൂർ GM യു.പി. സ്കൂൾ പ്രധാനാധ്യാപകൻ വാസു മാസ്റ്റർ, കക്കാട് GLP സ്കൂൾ PTA പ്രസിഡന്റ് KC റിയാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. എൻലൈറ്റ് ന്യൂസ് മുക്കം.